നമസ്കാരം. കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ എം പിയായ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച ഒരു വീഡിയോ ആണ്. അത് ഏതാനും സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ആ വീഡിയോ അത് പാർലമെൻറ്റിൻ്റെ മുന്നിൽ കോൺഗ്രസ് എം പിമാർ BJP സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ആ മുദ്രാവാക്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. BJP സർക്കാർ ഷെയിം ഷെയിം എന്ന് പറഞ്ഞിട്ടാണ് ഈ മുദ്രാവാക്യം. പക്ഷേ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. തരൂർ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നൊന്നുമില്ല. മറിച്ച് നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഉത്സവത്തിന് വലിയ ചെണ്ടമേളോ പഞ്ചവാദിയൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് താളം പിടിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ശശി തരൂർ താളം പിടിക്കുന്നത്. ശശി തരൂർ അല്ലാതെ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നില്ല. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശശി തരൂരിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറി മറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കോൺഗ്രസ്സിന് തന്നെ അറിയാവുന്നതാണ്. പക്ഷേ കോൺഗ്രസ് ശശി തരൂരിനെ പുറത്താക്കിയിട്ടില്ല. പുറത്താണോ അകത്താണോ എന്ന് പോലും അറിയാത്ത ഒരു പരുവത്തിലാണ് തരൂർ അവിടെ നിൽക്കുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം ഈ കോൺഗ്രസ്സുകാരുടെ കൂടെ ഈ പ്രതിഷേധത്തിനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും വേണോ വേണ്ടയോ എന്ന രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അമ്പലപ്പറമ്പിൽ ഈ ഉത്സവത്തിന് ചെണ്ടമേളം അല്ലെങ്കിൽ പഞ്ചവാദ്യത്തിന് താളം പിടിക്കുന്ന പോലെ ഒരു ശരീരഭാഷയോടെ കൂടിയാണ് തരൂർ അവിടെ നിൽക്കുന്നത്. ഇത്രയും നിങ്ങൾ കണ്ടല്ലോ, ശ്രദ്ധിച്ചല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. കോൺഗ്രസിന് എത്ര എം പിമാരുണ്ട്? 99 എം പിമാരുണ്ട് നമ്മുടെ അറിവിൽ, അല്ലേ? ഇവിടെ എത്ര പേര് നിൽക്കുന്നുണ്ട് ഈ പ്രതിഷേധമായിട്ട്? ഇത്രയും പേരേ ഉള്ളൂ കോൺഗ്രസിന് എം പിമാരായിട്ട്. ഈ നിൽക്കുന്ന എല്ലാം കേരളത്തിൽ നിന്നുള്ള എം പിമാരാണ്. അപ്പോൾ BJP സർക്കാരിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് കോൺഗ്രസ് എം പിമാർ വന്നാൽ ഈ 99 എം പിമാരിൽ കുറച്ച് പേർക്ക് ചിലപ്പം അസൗകര്യം കണ്ടേക്കും, വരാത്തവർ കാണും. എന്നാലും ബഹുഭൂരിപക്ഷം ആളുകൾ അവിടെ വരേണ്ടതല്ലേ? എവിടെ പോയി ഇവരെല്ലാം? അപ്പോൾ പ്രഭുത്വരെ പറ്റിക്കാൻ ഇത്രയും മതി എന്ന് ഇവർക്കറിയാം. പ്രഭുത്വർക്ക് ഇത് മതി. അവർ നോക്കുമ്പോൾ കോൺഗ്രസ് എം പിമാർ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി എം പിമാർ എവിടെ പോയി? അവരെവിടെ പോയി? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എം പി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്. ആ പാർലമെൻറ്റിൻ്റെ മുന്നിൽ BJP സർക്കാരിനെതിരെ, നിലവിലുള്ള സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം കൊണ്ടുവരുമ്പോൾ പ്രാദേശികമായിട്ടല്ലല്ലോ പ്രതിഷേധിക്കേണ്ടത്. പ്രാദേശികമായിട്ടാണോ പ്രതിഷേധിക്കേണ്ടത്? അവരെല്ലാവരും കൂടെ നിന്നിട്ടാണ് പ്രതിഷേധിക്കേണ്ടത്. അവരെ കാണാനില്ല. വിഷയം കൂടെ നോക്കണ്ടേ? ഒരു പ്രതിഷേധമാണെങ്കിലും സമരമാണെങ്കിലും അതിൻ്റെ വിഷയാധിഷ്ഠിതമായിരിക്കണ്ടേ അതിൻ്റെ പ്രതിഷേധവും മറ്റുമൊക്കെ. ഇവിടെ അവർക്ക് നിരവധി വിഷയങ്ങളുണ്ട് BJP സർക്കാരിനെതിരെ ഉന്നയിക്കാൻ. പക്ഷേ മറ്റൊരു സംസ്ഥാനത്തെയും ഒരു എം പിയും കാണാനില്ല. അതിൽ തന്നെ നിൽക്കുന്ന എം പിയിൽ ഒരാൾ ഈ ചെണ്ടമേളത്തിന് വാട്ടം പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ താളം പിടിക്കുന്ന പോലുള്ള കാട്ടായത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. എന്തിനാണ് ഇത്രയും പ്രഹസനം കാണിക്കുന്നത്? അതോ ഇത് മതിയോ പ്രബുദ്ധരെ പറ്റിക്കാൻ? ഇവിടുത്തെ ഈ കേരളത്തിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഈ പല അഭ്യാസവും കാണിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും ഒരുപക്ഷെ കേരളത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഇവിടെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ പരിപാടി നടത്തിയത്. കാരണം കേരളത്തിലും ഈ ഇരട്ട വോട്ടും കള്ളവോട്ടും ഒക്കെ നടക്കുന്നതാണ്, കാലങ്ങളായിട്ട് നടക്കുന്നതാണെന്ന് നമുക്കറിയാം. അതിനാൽ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബീഹാറിൽ ചെയ്യുന്ന പോലെ SIR കേരളത്തിനും കൂടെ നടപ്പാക്കിയാൽ ഇവിടെയും കുറേ ഈ പാർട്ടിക്കാരുടെയൊക്കെ കള്ളവോട്ട് വെട്ടി ദൂരെ കളയുന്നും അങ്ങനെ കോൺഗ്രസിന് അധികാരത്തിൽ വരാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പോലും ആ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തിയത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് BJPക്കെതിരെയുള്ള പ്രതിഷേധമാണെങ്കിൽ പോലും അത് കേരളത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാർലമെൻറ്റിന് മുന്നിൽ നടത്തുന്ന ഒരു പ്രതിഷേധത്തിൽ പോലും കേരളത്തിൽ നിന്നുള്ള എം പിമാരല്ലാതെ ബാക്കി 99 എം പിമാർ മൊത്തത്തിലുണ്ട്. അതിൽ വേറെ ആരെയും കാണാനില്ല എന്ന് കാണുമ്പോഴാണ് എന്തൊരു പ്രഹസനമാണ്. ആ ഒന്നാമതേ കാണിക്കുന്ന പ്രഹസനം, അതിനകത്ത് ശശി തരൂർ കാണിക്കുന്ന മറ്റൊരു പ്രഹസനം.